ഷീജ, പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ മേയറുടെ പേരില്ലേ? അതായത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ BJPയുടെ മേയർ സ്വീകരിക്കും എന്നതായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത്. ഇപ്പോൾ മേയറെ ലഭിച്ചിട്ടും സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് മേയറെ ഒഴിവാക്കിയിരിക്കുകയാണോ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായും അതായത് സ്വാഭാവികമായും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ എത്തുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ആ നഗര പിതാവിനോ അല്ലെങ്കിൽ ആ നഗരത്തിന്റെ ചുമതല ആർക്കാണോ ആ വ്യക്തിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ സമയത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന പശ്ചാത്തലത്തിൽ അവർ അവകാശപ്പെട്ടിരുന്നത് BJP അവകാശപ്പെട്ടിരുന്നത് തലസ്ഥാനത്തെ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തുടർ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങൾ ഒക്കെ നടത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ 45 ദിവസത്തിനകം എത്തിക്കുമെന്ന് അവകാശപ്പെട്ട തിരുവനന്തപുരം നഗരസഭയുടെ മേയർക്ക് തന്നെ ആ പരിപാടിയിൽ അതായത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ പ്രോട്ടോകോൾ പ്രകാരം VV രാജേഷ് മേയറാണ് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രോട്ടോകോൾ പ്രകാരം ഉൾപ്പെടുത്തേണ്ടതാണ്. ആ പട്ടിക ഉൾപ്പെടുത്തി തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അന്തിമ അംഗീകാരം ആ പട്ടികയ്ക്ക് നൽകേണ്ടത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടികയിൽ VV രാജേഷിന്റെ പേര് ഇല്ല. VV രാജേഷിനെ ഒഴിവാക്കിയാണ് ആ പട്ടിക തിരികെ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 22 പേരടങ്ങുന്ന പട്ടികയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒക്കെ വരുമ്പോൾ ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയോടും ഗവർണറോടുമൊപ്പം ആ നഗരത്തിന്റെ പിതാവ് ആരാണോ അവരാണ്, അല്ലെങ്കിൽ നഗരത്തിന്റെ ഭരണാധികാരിയാണോ അവരാണ് എന്നതാണ് പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോൾ പ്രകാരമാണ് മേയറുടെ പേര് സംസ്ഥാന സർക്കാർ ലിസ്റ്റ് നൽകുകയും ചെയ്യുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് വെട്ടുമ്പോൾ, VV രാജേഷിന്റെ പേര് വെട്ടുമ്പോൾ BJPക്കുള്ളിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയമാണോ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്? തീർച്ചയായും അത് ഇതിനകം തന്നെ വലിയ ചർച്ച BJPക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു. പ്രത്യേകിച്ചും നമുക്കറിയാം VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ വലിയ തോതിലുള്ള കല്ലുകടികൾ, വലിയ തോതിലുള്ള അതൃപ്തികൾ, പ്രശ്നങ്ങൾ ഒക്കെ BJPക്കുള്ളിൽ പുകഞ്ഞിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വലിയ തോതിലുള്ള അതായത് BJPക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പിടിവലികൾക്ക് ശേഷമാണ് VV രാജേഷ് എന്നൊരു വ്യക്തിയിലേക്ക് മേയർ സ്ഥാനം എത്തുന്നത്. അതിൽ കേന്ദ്രത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്ന് നേതാക്കളുടെ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ VV രാജേഷിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി BJPക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വലിയ തോതിലുള്ള സമ്മർദ്ദം നടന്നിട്ട് പോലും എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വായിച്ചാൽ മേയറാക്കാനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ താല്പര്യം. പക്ഷേ V മുരളീധരൻ അടക്കമുള്ളവരുടെ ഇടപെടലിലാണ് VV രാജേഷ് തിരുവനന്തപുരം മേയറാക്കിയെത്തുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖരന് വലിയ തിരിച്ചടി ഉണ്ടായി ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ. അതിനൊരു ചെറിയ മധുര പ്രതികാരം ഇപ്പോൾ തിരിച്ചു നൽകിയതാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന സംശയമാണോ BJPയുമായി അടുത്ത വൃത്തങ്ങളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച, സംശയം? തീർച്ചയായും ഏതായാലും ഇവിടെ പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും BJPക്കുള്ളിൽ വലിയ തോതിൽ നടക്കുകയാണ്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ അതിന്റെ ക്രെഡിറ്റ് മുഴുവനായി എടുക്കാൻ ശ്രമിക്കുമ്പോൾ VV രാജേഷ് തിരുവനന്തപുരം നഗരസഭ എന്നുള്ള മേയർ എന്ന നിലയിൽ ആ രീതിയിലും ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കങ്ങൾ തന്നെയാണോ ഇതിന് പിന്നിൽ എന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ചും ഇതിൽ വലിയ തോതിലുള്ള അതൃപ്തി VV രാജേഷിനും സംഘത്തിനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.